എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചിറങ്ങര, മുരിങ്ങൂര്, അതുപോലെ തന്നെ പേരാമ്പ്ര ഇവിടങ്ങളിലൊക്കെ മേൽപ്പാലങ്ങൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ മേൽപ്പാലങ്ങളിലൂടെയാണ് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രശ്നം ഉടലെടുത്തിരിക്കുകയാണ്. അതായത് ചിറങ്ങര ആയിക്കോട്ടെ, പേരാമ്പ്ര ആയിക്കോട്ടെ, ഈ KSRTC ബസ്സുകൾ, അവിടെ സ്റ്റോപ്പുള്ള KSRTC ബസ്സുകൾ, ഫാസ്റ്റ് പാസഞ്ചറിനൊക്കെ സ്റ്റോപ്പുകളുണ്ട്, പ്രത്യേകിച്ച് പേരാമ്പ്ര ഭാഗത്തൊക്കെ. ഈ ബസ്സുകളൊന്നും തന്നെ ഇപ്പോൾ പേരാമ്പ്ര സർവീസ് റോഡ് വഴി പോവില്ല, നേരെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടെ വണ്ടി എടുക്കും. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരാമ്പ്രയിൽ ഇറങ്ങാനുള്ള ആളുകൾക്ക് ഗോവിന്ദ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി, പേരാമ്പ്രയിലാണ് അവരുടെ വീട്, അവർ വർക്ക് ചെയ്യുന്നത് കൊരട്ടിയിലൊരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവർ 15-ാം തീയതി ജോലി കഴിഞ്ഞ് ഈ ഒരു KSRTC ഫാസ്റ്റ് പാസഞ്ചറിൽ കയറിയാണ്. കോതമംഗലം ഡിപ്പോയിലാണ് ഈ ബസ് തൃശ്ശൂർക്ക് പോകുന്നു, ഫാസ്റ്റ് പാസഞ്ചർ. ഈ ബസ്സിൽ കയറുന്നതിന് മുൻപ് തന്നെ കണ്ടക്ടറോട് കൃത്യമായിട്ട് ചോദിച്ചു, പേരാമ്പ്രയിൽ നിർത്തിയില്ലേ, സർവീസ് റോഡ് വഴിയല്ലേ പോകുന്നത്. ഇതൊക്കെ സംബന്ധിച്ചു ഈ ഫാസ്റ്റ് പാസഞ്ചറിൻ്റെ ഉള്ളിലേക്ക് കയറി യാത്ര തുടരുകയാണ്. എന്നാൽ ഈ പേരാമ്പ്ര നിർത്തേണ്ട സ്ഥലത്തിന് മുന്നേ കുറച്ച് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സംഭവം ഈ കുട്ടിക്ക് മനസ്സിലായി. ഈ വാഹനത്തിൻ്റെ പോക്ക് കണ്ട്, ഈ വാഹനം ഓടിച്ചു വരുന്ന ഡ്രൈവർ അത്ര സുഖകരമല്ല അവരുടെ ഡ്രൈവിങ്. ഈ വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഡ്രൈവറുടെ പോക്ക് കണ്ട് ഈ പെൺകുട്ടിക്ക് മനസ്സിലായി, ഇതെന്തായാലും ഇവിടെ സർവീസ് റോഡ് കൂടി പോവില്ല, പണിയാണ്, ചിലപ്പോൾ ഫ്ലൈ ഓവർ കയറി അപ്പുറത്തായിരിക്കും ഇറക്കാൻ പോകണേ. അതുകൊണ്ട് തന്നെ അവർ കണ്ടക്ടറോട് കാര്യം സംസാരിച്ചു. കണ്ടക്ടർ ഇങ്ങനെ ഇരിക്കുന്നു, തുടർന്ന് ഡ്രൈവറോട് സംസാരിക്കുകയാണ്. ഡ്രൈവർ വളരെ മോശമായിട്ട് ഈ കുട്ടിയോട് സംസാരിക്കുകയാണ്. നമുക്ക് ഇവരുടെ ചില ആൾക്കാരുടെ ഭാഷ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ, ഭാഷ പിന്നെ മാറി തെറി പറയാനായിട്ട്, യാത്രക്കാരോട് തെറി പറയാനായിട്ട്. ഇവനാരാണ്, ഈ ഡ്രൈവർ ആരാണത്? ഈ കുട്ടി ഉടനെ തന്നെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു. കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അടുത്ത സഭ്യമല്ലാത്ത അസഭ്യ ഭാഷ അടുത്തത് ഉപയോഗിക്കുകയാണ്. മുൻപേ തന്നെ ഈ ATO കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഈ സർവീസ് റോഡ് കൂടിയിട്ടാണ് ഈ വാഹനങ്ങൾ KSRTC ബസ്സുകൾ പോകേണ്ടത്. അവിടെ സ്റ്റോപ്പുള്ള ബസ്സുകൾ പോകേണ്ടത്. പേരാമ്പ്ര പള്ളി ഉൾപ്പെടെയുള്ള എൻ്റെ മുന്നിലാണ് സ്റ്റോപ്പ്. അവിടെ ഇറങ്ങിയാലാണ് അവിടെ ആ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കേണ്ട ആളുകൾക്ക് അവിടെ നിർത്തിയാലുള്ള കാര്യം. ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൊണ്ടിട്ട് നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇത് ATO അടുത്ത് പരാതിപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബസ് അവിടെ ഓഫ് ചെയ്തു. ഈ ഡ്രൈവർ നോക്കണം, ഫ്ലൈ ഓവറിൻ്റെ മുന്നിൽ ഈ വണ്ടിയാണ് ഓഫ് ചെയ്തു, ചാവി ഉരി. ഇത് ഇങ്ങനെ തീരുമാനം ഉണ്ടായിട്ട് പോയാൽ മതി എന്നൊക്കെ കണ്ടീഷനാണ്. ആരാണ് ഈ ഡ്രൈവർ? യാത്രക്കാരോട് ഇതുപോലെ മോശമായിട്ട് പെരുമാറാൻ ഇത് ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ മാറി ചേട്ടാ. ഇതിന് ശേഷം പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞ് ഈ വാഹനം എടുത്ത് KSRTC ബസ് എടുത്ത് ഫ്ലൈ ഓവർ ഇറങ്ങിയതിന് ശേഷമാണ് ഈ കുട്ടിയെ വിടുന്നത്. ഈ കുട്ടി പിറ്റേ ദിവസം ATO അടുത്ത് പോയി പരാതിപ്പെട്ടു. ATO തുടർന്ന് പറഞ്ഞു, ഇനി നിങ്ങൾ ആ ബസ്സിൽ കയറുമ്പോൾ അവിടെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ പാലത്തിൻ്റെ അവിടെ ഇറങ്ങേണ്ട ആവശ്യമില്ല, ബസ് പോകേണ്ടത് സർവീസ് റോഡ് കൂടിയിട്ടാണ്. പിറ്റേ ദിവസം മറ്റൊരു ബസ്സിൽ കയറുന്നു, ഇതേ അവസ്ഥ തന്നെ. കുട്ടി വളരെ മനചിത്തോടു കൂടി തന്നെ വിഷയത്തെ നേരിട്ടു. ഞങ്ങൾ ഇറങ്ങില്ല. ഈ ഫ്ലൈ ഓവറിൻ്റെ നിങ്ങളൊന്ന് നോക്കിയാൽ ഇത്രയും വലിയ മേൽപ്പാലത്തിൻ്റെ മുകളിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് എങ്ങനെ ചാടോ താഴ്ത്തി. ഈ KSRTC ബസ്സുകളുടെ അവരുടെ ഒരു അഹങ്കാരവും സംഗതിയാണെന്ന്. ഇത് എവിടെ നിന്ന് ഏത് വഴിക്ക് കിട്ടുകയാണെന്നാൽ അറിയില്ല. ആ കുട്ടി ഇറങ്ങില്ല രണ്ടാമത്തെ ദിവസം. പിന്നീട് വണ്ടി റിവേഴ്സ് എടുത്ത് അതിന് ശേഷമാണ് പോയത്. KSRTC എന്തായാലും ആ കുട്ടിയോട് ക്ഷമയും തെറ്റുമുറത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ പരാതി കൊടുത്തിട്ടുണ്ട്. കൊടകര പഞ്ചായത്ത് അംഗങ്ങൾക്ക് ഈ വിഷയങ്ങൾ അറിയാം. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള തെമ്മാടികളുടെ ഒരു കൂട്ടമല്ല KSRTC സർവീസിൽ ഉണ്ടായിരിക്കേണ്ടത്. നല്ല KSRTC ബസ് ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ ഉള്ള ഒരു കേരളത്തിൽ തന്നെയാണ് ഇത് നടക്കുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നല്ല സൗഹാർദ്ദപരമായി ഇടപെടുന്നത്. ഇപ്പോൾ നാളെ ഒരു സംഭവം കണ്ടില്ലേ, ഒരു സ്ത്രീക്ക് കൂട്ടായിട്ട് KSRTC ബസ് നിൽക്കുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇതുപോലെ തെമ്മാടിക്കൂട്ടങ്ങൾ. ഈ തെറി പറയുന്ന സംസ്കാരം അത് ആരാണ്, ഏത് വഴിക്കാണ് കിട്ടിയത്? ഇവനെന്ത് അർഹത ഈ കുട്ടിയോട് തെറി പറയാനായിട്ട്? ഇവൻ ആരാണ്? ഇവൻ വണ്ടിയുടെ വളയം പിടിക്കുന്നവനല്ല. ഇവന് തെറി പറയാനായിട്ട് ഇവൻ എന്ത് തേങ്ങയാണ്? എന്തായിരുന്നാലും ആ കുട്ടി ഫൈറ്റ് ചെയ്ത് നിന്നു. നമുക്കറിയാം, നമ്മൾ ഈ ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോഴല്ലേ നമ്മൾ അനുഭവിക്കുന്നത്, ഇവരങ്ങോട്ട് തട്ടിക്കയറി വർത്താനം പറയുന്നത്. പിന്നെ ആകെ നമ്മളുടെ മനസ്സങ്ങോട്ട് തകരും, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. പ്രത്യേകിച്ച് സ്ത്രീകൾ, അവർ എങ്ങലടിച്ച് കരയാലാണ്ട് എന്താ ചെയ്യുക? ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്ന് പേരാമ്പ്ര അതിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്ന് തട്ടിക്കാണോ? എന്ത് കിഴങ്ങനാണോ തനിക്കിഴങ്ങൻ? ഇവനൊക്കെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടണം, ഇമാതിരി സംസ്കാരമായിട്ട് വരുന്നവരെ. എന്തായിരുന്നാലും പുതിയൊരു സംഗതി വന്നിട്ടുണ്ട്. ജനപ്രതിനിധി ആരോടത് പറയണമെന്നുള്ളത് അറിയില്ല, ആരാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇടപെടണമെന്ന് അറിയില്ല. ചിറങ്ങരയിലും പേരാമ്പ്രയിലും ഇത്തരം സംഭവങ്ങളുണ്ട്. എന്നെ കുറേ പേര് ഫോൺ വിളിച്ച് സംഭവങ്ങൾ പറയുന്നുണ്ട്. ഈ കുട്ടി ഇത് കൃത്യമായിട്ട് തന്നെ ATO അടുത്ത് പരാതിപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ ഈ കുട്ടിക്കെതിരെ അസഭ്യം പറഞ്ഞ, തെറി പറഞ്ഞ, അത് കൃത്യമായിട്ട് തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട്. അയാൾക്കെതിരെ നടപടി എടുക്കണം. അയാൾ ഇനി വളയം പിടിച്ച് പോകണ്ട. വന്ന വരവ് തന്നെ സുഖമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ ദേശീയ പാതയിൽ അരങ്ങേറുന്നുണ്ട്. മേൽപ്പാലം ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് മേൽപ്പാലത്തിൻ്റെ മുകളിൽ കൂടെ എല്ലാ ബസ്സുകൾക്കും പോകാനുള്ളതല്ല. എല്ലാ ബസ്സുകൾക്കും പോകാം. എന്നാൽ ചില ബസ്സുകൾക്ക് സർവീസ് റോഡ് കൂടി താഴെ കൂടെ പോകണം. അല്ലെങ്കിൽ യാത്രക്കാർക്ക് സർവീസ് റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വല്ല കോണിയോ സാധനം വെച്ചിട്ടില്ലല്ലോ. ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ വണ്ടി നിർത്തിയിട്ടാണ് അഭ്യാസം കാണിച്ചത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് മേൽപ്പാല സൈദ്ധാന്തിക വിശേഷങ്ങൾ. നന്ദി, നമസ്കാരം.